ബഹുമാന്യനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജ്, ഈ വിശ്വാസ സംരക്ഷണ യാത്ര ചേലക്കരയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ശ്രീ മോഹൻ അവർകൾ, ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ വൈസ് ക്യാപ്റ്റനായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ വർക്കിംഗ് പ്രസിഡന്റും ലോക്സഭാ അംഗവുമായിരുന്ന ശ്രീ TN പ്രതാപൻ, യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട, ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിലെ യുവത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായ ശ്രീ OJ ജനീഷ്, KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ KP ശ്രീകുമാർ, ശ്രീ C ചന്ദ്രൻ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരായ ശ്രീ ജോസ് വള്ളൂർ, ശ്രീ MB വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റ് സീനിയർ നേതാവ് ശ്രീ O അബ്ദുറഹ്മാൻ കുട്ടി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ KPC ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അതിലൊക്കെ ഉപരിയായി ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, കോൺഗ്രസ് പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ ഈശ്വരവിശ്വാസി ഭക്തജനങ്ങളെ, ഇനിയൊരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്നെനിക്കറിയാം. ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ദേശം ഇവിടെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഈ സർക്കാരിനോടുള്ള അതിശക്തമായ പ്രതിഷേധം, ഈ സർക്കാർ നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളെ തകർക്കുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയുടെ പരിപാവനത തകർക്കുവാൻ, ശബരിമലയുടെ പവിത്രത തകർക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ യുവതികളെ ശബരിമലയിൽ കയറ്റുവാനും അവിടെ നവോത്ഥാനം അവിടെ നിന്ന് ആരംഭിക്കുവാനും പിണറായി വിജയൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചത്. അന്ന് 2-3 യുവതികളെ പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി ശബരിമലയിൽ കയറ്റാൻ ശ്രമിക്കുകയും ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും തകിടം മറിക്കുവാനും ശ്രമിച്ചപ്പോഴാണ് ശബരിമല സംഘർഷഭൂമിയായി മാറിയത്. യുവതികളെ പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിൽ പ്രവേശിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ യുവതികൾ പ്രവേശിക്കുന്നതിന് ആചാരപരമായ അതിന് അത് അനുവദിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി. എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്? ശബരിമലയുടെ സവിശേഷമായ പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ വിശ്വാസം യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതനുസരിച്ച് ശബരിമല ആചാരവും അനുഷ്ഠാനവും നിലനിർത്തണമെന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അന്ന് അഫിഡവിറ്റ് സത്യവാങ്മൂലം നൽകിയപ്പോൾ അതിനുശേഷം അധികാരത്തിൽ വന്ന അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ് ശബരിമലയിൽ
സ്ത്രീകളെ പ്രവേശിപ്പിക്കാം, യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന അഫിഡവിറ്റ് നൽകിയത്, സത്യവാങ്മൂലം നൽകിയത്. അതിനെ തുടർന്നാണ് യുവതി പ്രവേശനത്തിന് സുപ്രീം കോടതിയിൽ വിധിയുണ്ടായത്. ആ വിധിയെ മറികടക്കുവാൻ വേണ്ടി എങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമായിരുന്നു. ഹൈന്ദവ സംഘടനകളുമായി ആലോചിക്കണമായിരുന്നു. അതല്ലെങ്കിൽ ജനപ്രതിനിധികളുമായി ആലോചിക്കണമായിരുന്നു. യാതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ധൃതി പിടിച്ച് ശബരിമലയിൽ യുവതികളെ കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ശബരിമല സംഘർഷ ഭൂമിയായി മാറിയത്. ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമുണ്ടായപ്പോൾ ശബരിമലയിലെ വിശ്വാസങ്ങൾക്ക് എതിരായ നിലപാട് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോഴാണ് നായർ സർവീസ് സൊസൈറ്റിയെ പോലെയുള്ള സമുദായ സംഘടനകൾ നാമജപ ഘോഷയാത്രയുമായി രംഗത്ത് വന്നത്, അതിശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത്. ആ സമയത്താണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റായിരുന്നു, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 4 ജാഥകൾ കേരളത്തിലുടനീളം നടത്തി, വിശ്വാസ സംരക്ഷണ ജാഥ നടത്തി. ആ ജാഥ കേരളത്തിലെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ശബരിമലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തുന്ന ആചാര ലംഘനത്തിനെതിരായി, ശബരിമലയുടെ പരിപാവന തകർക്കുന്നതിന് വേണ്ടിയുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായി നമ്മൾ വലിയ പ്രചരണം സംഘടിപ്പിച്ചു. അതിനുശേഷം 4 ജാഥകൾ പത്തനംതിട്ടയിൽ സമാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളെയും ജനാധിപത്യ വിശ്വാസികളെയും അവിടെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെ നേരിട്ടത്. അവസാനം പിണറായി വിജയൻ ഗവൺമെന്റ് പിന്മാറി, അവരുടെ നവോത്ഥാനം അവസാനിച്ചു. കുറെ സ്ത്രീകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അന്ന് വനിതകളുടെ മതിൽ സൃഷ്ടിച്ചു. അങ്ങനെ കേരളത്തിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ നവോത്ഥാന നായകനായി മാറിയ, അല്ലെങ്കിൽ പിണറായി വിജയനെ നവോത്ഥാന നായകന്റെ പരിവേഷം നൽകി. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ അയ്യപ്പ സ്വാമിയെ തൊട്ടുകളിച്ചാൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെട്ടാൽ അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ലഭിക്കുമെന്ന് പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിക്കും ബോധ്യമായി. അങ്ങനെ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നമ്മൾ നേടി. UDF ജയിച്ചു. എന്നിട്ട് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പാർട്ടി പ്രവർത്തകരെല്ലാം വീടുകളിൽ കയറി, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തോൽപ്പിച്ചത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് വീട് വീടാന്തരം അവർ കയറി. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ ശബരിമല വിശ്വാസികളാണ്, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്. ശബരിമലയെ പാപഭംഗിലമാക്കാൻ, ശബരിമലയുടെ പവിത്രത തകർക്കാൻ, ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതില്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചതാണ്. ശബരിമലയിൽ നിങ്ങൾ ചെയ്ത ഈ ആചാര ലംഘനത്തിനെതിരെ ഞങ്ങൾ നടത്തിയ പ്രതികരണമാണ് നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്തത്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPMകാർ, കറകളഞ്ഞ ഇടതുപക്ഷക്കാർ പോലും പാർട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, പക്ഷേ ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ്. ഞങ്ങളുടെ വിശ്വാസത്തിന്മേൽ കൈവച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയോട്, മുന്നണിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് മാറി ചെയ്തു എന്ന് CPMന് ഉത്തരം നൽകുകയുണ്ടായി. അതാണ് അന്ന് നടന്നത്, യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതിനുശേഷം വീണ്ടും ശബരിമലയിൽ അവർ ആചാര ലംഘനം നടത്തിയിരിക്കുന്നു. ശബരിമലയിൽ അവർ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും ശബരിമലയിൽ വിശ്വാസ ലംഘനം നടത്തിയിരിക്കുന്നു. എന്താണ് അവർ ചെയ്തത്? ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി അത് പുറത്തു കൊണ്ടുപോയിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർണപ്പാളി, ശബരിമലയുടെ ശ്രീകോവിലെ കട്ടള, അതുപോലെ വാതിൽ, ഇതെല്ലാം തന്നെ സ്വർണം പൂശാനെന്ന മട്ടിൽ പുറത്തേക്ക് കൊണ്ടുപോയി. സാധാരണഗതിയിൽ ഒരു നിയമമുണ്ട്,
ശബരിമലയിലെ ഏത് സാധനവും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി വേണം എന്ന് വ്യക്തമായ തീരുമാനമുണ്ട്, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ, സ്വർണം പൂശാൻ, ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ, ദ്വാരകപാലകന്മാരുടെ ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ, ആ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി ഇവർ വാങ്ങിച്ചോ? ഇല്ല. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ XMLA, ഇതാരാണ്? ഇവരെല്ലാം CPM-ന്റെ നേതാക്കന്മാരാണ്. ഇവർ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത്. ഇന്നുള്ള വിവാദം എന്താണ്? എത്ര കിലോ സ്വർണമാണ് പുറത്തു കൊണ്ടുപോയത്? ഈ പുറത്തു കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ചെമ്പായി? ഇതിനൊന്നും ഒരു കണക്കുമില്ല. ഇതൊക്കെ പരസ്പര വിരുദ്ധമായ വാർത്തകളും റിപ്പോർട്ടുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിപാവനമായ ശബരിമലയിൽ പൂശിയ സ്വർണ്ണപ്പാളികൾ, സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി. ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി? അങ്ങനെ ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച കൊള്ളക്കാരുടെ ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും അന്നത്തെ ദേവസ്വം മെമ്പർമാർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇന്ന് ദേവസ്വം മന്ത്രിയായിരിക്കുന്ന വാസവൻ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്ന് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ മാത്രമല്ല കോടാനുകോടി, ലോകത്താകമാനമുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇവിടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഈ ഗുരുതരമായ തെറ്റ് ചെയ്ത സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്ത പുറത്തു കൊണ്ടുപോയി. അത് മാസങ്ങളോളം കേരളത്തിന്റെ, തമിഴ്നാടിന്റെ, അതുപോലെ ബാംഗ്ലൂരിൽ, ഹൈദരാബാദിലൊക്കെ കൊണ്ട് കറങ്ങി നടന്ന് ഈ സ്വർണ്ണപ്പാളികളെ, അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തിയ ഇവർക്കെതിരെ നടപടി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയന്റെ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കുന്നു. ഇവരൊക്കെ അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമോ? യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുമോ? ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ പ്രതികളാകുമോ? ഇതൊക്കെയാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇവർ രാജിവെക്കണം. മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന് അന്വേഷണം വേണം. അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുടെയും ഇതിനകത്തുള്ള റോൾ എന്താണെന്ന് വിശ്വാസികൾക്ക് അറിയണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയന്ത്രണത്തിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം നടത്തണം എന്നാണ് കോൺഗ്രസ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ ആവശ്യപ്പെടുന്നത്. അല്ലാതെ കള്ളന്റെ കയ്യിലാണ് താക്കോലിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും സത്യം പുറത്തു വരില്ല. പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടും. ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ ഈ പാപഭാരമെല്ലാം, ഈ കുറ്റങ്ങളെല്ലാം ചാർത്തി മന്ത്രിമാരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് മെമ്പർമാരെയും CPM നേതാക്കളായ ഇവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഏതാനും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ മാത്രം പ്രതിയാക്കി രക്ഷപ്പെടുവാനുള്ള നടപടികളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് എക്കാലത്തും വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള, എക്കാലത്തും എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ കൈകടത്താൻ പാടില്ലെന്നും അത്
അത് ഒരു കാരണവശാലും അതിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന, എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കാണുന്ന കോൺഗ്രസ് പാർട്ടി ശബരിമലയിൽ വീണ്ടും അതിന്റെ പവിത്രതയും പരിപാവനയും തകർത്തതിനെതിരായി വിശ്വാസ സംരക്ഷണ യാത്രയുമായി ഞങ്ങൾ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നത്. നമുക്കറിയാം, മലബാറിൽ ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള യാത്ര, മധ്യ കേരളത്തിൽ NIU ശ്രീ പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള യാത്ര, അതുപോലെ തന്നെ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ശ്രീ ബെന്നി ബേരാൻ MP യുടെ നേതൃത്വത്തിലുള്ള യാത്ര, അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള യാത്ര, അങ്ങനെ 4 യാത്രകളാണ് ഇന്നലെ ആരംഭിച്ചത്. 17-ാം തീയതി വൈകുന്നേരം ശബരിമല തന്ത്രിമാരുടെ മൂലസ്ഥാനമായ ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ ഈ 4 യാത്രകൾ വൈകുന്നേരം 5 മണിക്ക് സമാപിക്കും. അവിടെ സംഗമിക്കും. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും കോൺഗ്രസുകാരും അണിചേരുന്ന ആ 4 ജാഥകളുടെ സംഗമം. അന്ന് KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള AICCയുടെ സമാരാധ്യ നമ്മുടെ ചാർജുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കന്മാർ അന്ന് ചെങ്ങന്നൂരിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ചെങ്ങന്നൂരിനടുത്തുള്ള കാരക്കാട് നിന്ന് അയ്യപ്പന്റെ വാസസ്ഥാനമായ, അതുപോലെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന പന്തളം കൊട്ടാരവും അവിടുത്തെ കോയിക്കൽ ക്ഷേത്രവും ഒക്കെയുള്ള പന്തളം, പവിത്രമായ അയ്യപ്പ ഗ്രഹം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൊട്ടാരം ഉൾപ്പെടെയുള്ള പവിത്രമായ പന്തളത്തേക്ക് നമ്മൾ പദയാത്രയായി നമ്മൾ പോവുകയാണ്. ആ പദയാത്ര 7 കിലോമീറ്റർ ചെങ്ങന്നൂരിൽ നിന്ന് അടുത്തുള്ള കാരക്കാട് നിന്ന് MC റോഡിലൂടെ 7 കിലോമീറ്റർ പദയാത്രയായി നമ്മുടെ യാത്ര പന്തളത്തെത്തും. പദയാത്ര നയിക്കുന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPC അധ്യക്ഷൻ, അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ, UDFിലെ എല്ലാ കക്ഷികളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആളുകളാണ് പന്തളത്തേക്ക് പദയാത്ര നടത്തി അവിടെ വൻപിച്ച വിശ്വാസ സംഗമ പരിപാടി നടത്തുന്നത്. ആ പരിപാടികളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. എല്ലാവരെയും ഞങ്ങൾ ചെങ്ങന്നൂരിലേക്കും പിറ്റേ ദിവസം പന്തളത്തേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, വീണ്ടും അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അയ്യപ്പ ഭക്തന്മാർ ആകെ ദുഃഖത്തിലും വേദനയിലും കഴിയുകയാണ്. അയ്യപ്പ ഭക്തന്മാർ, കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ സംഭവിച്ച വളരെ പരിപാവനമായ സ്വർണ്ണപ്പാളികളെ പുറത്തു കൊണ്ടുപോയി അതിനെ അപമാനിക്കുകയോ അവമതിപ്പുണ്ടാക്കുകയോ ചെയ്ത ഒരു സംഭവം. ഇത് കേരളത്തിൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇത് തിരുപ്പതിയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് പുരി ജഗദാശയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ? അവിടേക്ക് ഇതുപോലെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. തിരുപ്പതി അവിടെ ഗവൺമെന്റ് നിയന്ത്രണമാണ്. അതുപോലെ പുരി അവിടുത്തെ ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. ഓരോ ഹൈന്ദവ പുണ്യ ക്ഷേത്രങ്ങൾ, അതിനെല്ലാം തന്നെ അവിടെ ഭരണസമിതികളുണ്ട്, സർക്കാരിന്റെ നിയന്ത്രണമുണ്ട്, സർക്കാരിന്റെ മേൽനോട്ടമുണ്ട്. അവിടെയൊന്നും വിഗ്രഹം പുറത്തു പോയിട്ടില്ല, സ്വർണപ്പാളികൾ പുറത്തു പോയിട്ടില്ല, അവിടെയൊന്നും ഇതുപോലെയുള്ള യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ശബരിമല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും ശബരിമലയെ തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയോ ശബരിമലയിൽ വർഷം തോറും എത്തുന്ന കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ 100% പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 9.5 വർഷക്കാലം തുടർച്ചയായി കേരളം ഭരിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? നമുക്കറിയാം, പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളം ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അന്ന് കേന്ദ്രം ഭരിച്ച മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ നിന്ന് ശബരിയുടെ വികസനത്തിന് വേണ്ടി 300 ഏക്കർ വനഭൂമിയാണ് നേടിയെടുത്തത്. നിലയ്ക്കലിന് സമീപം ഉമ്മൻചാണ്ടി സർക്കാർ 300 ഏക്കർ ഭൂമി അന്നത്തെ കേന്ദ്ര സർക്കാരിന് നേടിയെടുത്തു. അതോടൊപ്പം തന്നെ ശബരിമലയുടെ സമഗ്രമായ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കി. പക്ഷേ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നത്. പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായത്. ദേവസ്വം മന്ത്രിയായത് കടകംപള്ളി സുരേന്ദ്രനാണ്. കഴിഞ്ഞ 9 വർഷമായി
ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റെടുത്ത ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്ത 300 ഏക്കർ സ്ഥലം ഒന്നിനും ഉപയോഗിച്ചില്ല. അതോടൊപ്പം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സമഗ്രമായ മാസ്റ്റർ പ്ലാൻ അത് നടപ്പാക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. 9.5 വർഷം കഴിഞ്ഞ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിലാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. എന്തിനാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കാൻ വെറും 3-4 മാസം മാത്രമുള്ളപ്പോൾ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി? എന്തിനാണ്? ശബരിമലയ്ക്ക് വേണ്ടിയാണോ? ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണോ? അതിലെന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടാവും? അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ലോകത്താകമാനമുള്ള അയ്യപ്പഭക്തരായ കുറെ പണക്കാരെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ആഗോള സംഗമം വിജയിച്ചോ? ആഗോള സംഗമം വിജയിച്ചില്ല. 10,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പന്തലിട്ടെങ്കിൽ ഏതാണ്ട് 100-300 പേര് മാത്രമാണ് അവിടെ പങ്കെടുത്തത്. ബാക്കി കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. മാധ്യമങ്ങളിലെല്ലാം വന്നു, ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി, ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അവസാനം ദേവസ്വം ബോർഡ് ജീവനക്കാരെയും കുറെ സഖാക്കന്മാരെയൊക്കെ വിളിച്ചിരുത്തി ആഗോള അയ്യപ്പ സംഗമം രാവിലെ 10 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിപ്പിച്ച് പൊടിയും തട്ടിപ്പോയി. ചെലവ് എത്രയാണ്? 8 കോടി രൂപ. ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവാക്കിയ തുക 8 കോടി രൂപയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും ചെലവാക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി രൂപയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ ഇവർ ചെലവഴിച്ചത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ധൂർത്ത് നടത്തി. ശബരിമലയുടെ പേരിൽ ധൂർത്ത് നടക്കുന്നു. ശബരിമലയ്ക്ക് നൽകേണ്ട പ്രാധാന്യം നൽകുന്നില്ല. ശബരിമലയിൽ ഓരോ അയ്യപ്പ ഭക്തനും എന്താണോ അവരുടെ വിചാരധാര, അവരുടെ ചിന്താധാര, ആ ചിന്താധാരയ്ക്കപ്പുറമായിട്ട് ശബരിമലയെ അവഗണിക്കുക, അയ്യപ്പനെ അവഗണിക്കുക, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുക, അങ്ങനെ ശബരിമലയെ ഇല്ലാതാക്കുക എന്ന മിനിമം പരിപാടിയുമായിട്ടാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ വിട്ടുനിന്നു, പ്രതിപക്ഷം വിട്ടുനിന്നു. എന്തുകൊണ്ടാണ് നമ്മൾ വിട്ടുനിന്നത്? ആഗോള അയ്യപ്പ സംഗമം ഒരു തട്ടിപ്പായിരുന്നു. അത് ഭക്തജനങ്ങളെ പറ്റിക്കാനുള്ള ഒരടവ് മാത്രമായിരുന്നു. 9.5 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റിന് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയോ ശബരിമലയിൽ വരുന്ന കോടാനുകോടി തീർത്ഥാടകർക്കോ എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ഹൈന്ദവ വോട്ടുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളിതാ ശബരിമലയെ ആഗോളതലത്തിൽ ശബരിമല ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സംഗമം നടത്തുന്നു എന്ന് പ്രചണ്ഡമായ പ്രചരണം നടത്തി കൊട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഗമം അക്ഷരാർത്ഥത്തിൽ സമ്പൂർണമായ പരാജയമായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഉദ്ദേശം വിശ്വാസികളുടെ താല്പര്യമല്ല. ഇവരുടെ ലക്ഷ്യം എന്താണ്? വോട്ട് മാത്രമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി ചില ഘട്ടങ്ങളിൽ ഹൈന്ദവ വോട്ടുകൾ കിട്ടാൻ വേണ്ടി അവരുടെ പ്രീണനം നടത്താൻ ശ്രമിക്കും. ചില ഘട്ടങ്ങളിൽ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾ വോട്ട് കിട്ടാൻ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കും. ഇപ്പോൾ ഹൈന്ദവ പ്രീണനം, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രീണനമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ യഥാർത്ഥ തനിനിറം ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്കറിയാം എന്നുള്ളത് കൊണ്ട് ഇവരുടെ കണക്കുകൾ തെറ്റും. നമുക്കറിയാം, ഇവിടെ ആചാര ലംഘനങ്ങൾ. ഇപ്പൊ ഇന്നെന്താ വാർത്ത? ശബരിമല മാത്രമല്ല, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്വർണം കാണാനില്ലെന്ന വാർത്ത വന്നിരിക്കുന്നു. ഇന്നെന്താ വാർത്ത? കേരളത്തിന്റെ ദേവസ്വം മന്ത്രി തന്നെ ആചാര ലംഘനം നടത്തിയിരിക്കുന്നു. VN വാസവൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ, ആ വള്ളസദ്യ ഉണ്ടുകൊണ്ട്, സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു ചടങ്ങും ഒരു നിവേദ്യമുണ്ട്. ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രമാണ് അത് വിളമ്പുന്നത്. VN വാസവൻ എന്താ ചെയ്തത്? ആറന്മുള അഷ്ടമി രോഹിണിക്ക് വള്ളസദ്യ ഒരുക്കി. അത് ഭഗവാന് നേദിക്കുന്നതിന് മുമ്പ് വാസവനങ്ങ് ഉണ്ടു. ആലോചിച്ച് നോക്കൂ, വാസവനങ്ങ് ഉണ്ടു.
അപ്പോൾ ഇന്ന് വലിയ വാർത്ത വന്നിരിക്കുന്നു, മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നിരിക്കുന്നു. ആറന്മുള ക്ഷേത്രത്തിന്റെ തന്ത്രി അവിടെ ആചാരത്തിന് കോട്ട കാര്യം പറഞ്ഞിരിക്കുന്നു. കാരണം ഭഗവാന് നേദിക്കാതെ വാസവൻ കയറിയിരുന്ന് ഉണ്ടിട്ടടിയിട്ട് പോയി, അതിന്റെ കുറെ സഹാക്കൾ ഉണ്ടിട്ട് പോയി. അപ്പോൾ ആറന്മുള വള്ളസദ്യ, അഷ്ടമി രോഹിണിക്ക് നടക്കുന്ന വള്ളസദ്യയും അതുപോലെ ഉത്രാട്ടാതി വള്ളംകളിക്ക് മുമ്പായി നടക്കുന്ന വള്ളസദ്യയും വളരെ പരിപാവനമാണ്. അത് വളരെ വിശ്വാസ പ്രമാണമാണ്. അതിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ചാണ് അവിടെ വള്ളസദ്യ നടക്കുന്നതും വള്ളസദ്യയിൽ ആളുകൾ ആ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതും. ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവർക്കെന്ത് ആചാരം, ഇവർക്കെന്ത് വിശ്വാസം? ഈ അധികാരം കയ്യിലുള്ളപ്പോൾ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് വൃത്തികേടുകളും കാണിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു കൂട്ടമായി ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് വാസവന് ഒരു നിമിഷം പോലും ദേവസ്വം മന്ത്രിയായി അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് സ്വർണ്ണക്കടത്തിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പൂർണ്ണ ഉത്തരവാദി എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ആ ദേവസ്വം ബോർഡിനെ വെച്ചുകൊണ്ട് ഇപ്പോഴും പോകുന്നത്. ആ ദേവസ്വം ബോർഡാണ് പരിപൂർണ ഉത്തരവാദി എന്ന് പറയുമ്പോൾ തന്നെ ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ട് അവിടെ ബദൽ സംവിധാനം നടത്തണ്ടേ? യാതൊന്നും ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും വലിയ കാര്യമല്ല. അദ്ദേഹത്തിന്റെ വലിയ ഫ്ലക്സും കട്ടൗട്ടുകളും ഒക്കെ കേരളം ഒട്ടാകെ വെച്ചുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള വെപ്രാളമാണ്. പ്രിയമുള്ളവരെ, ഒന്നും രണ്ടും പിണറായി സർക്കാർ നമ്മൾ സഹിച്ചു. മൂന്നാം പിണറായി സർക്കാരും കൂടി അധികാരത്തിൽ വന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അമ്പലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ആരാധനാലയങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ ഭരണകൂടം കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ വിശ്വാസികളെ എങ്ങനെയാണ് ഇവർ ഭരിച്ചത്, ഭരണം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ ആരംഭിച്ചെന്ന് ചേലക്കരയിലെത്തിയ ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് അത്യുജ്വലമായ വരവേൽപ്പ് നൽകിയ ഈ ചേലക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകരെയും അതോടൊപ്പം ഇവിടുത്തെ ഭക്തജനങ്ങളെയും ഞാൻ ഹാർദവുമായി അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്ര തീരുമാനിച്ചത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വളരെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അധികം തെറ്റിക്കൊണ്ടു പോകാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികൾക്ക് മുറിവേറ്റ ഈ സംഭവത്തിൽ ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഈ പിണറായി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്ര വളരെ പെട്ടെന്ന് ആരംഭിച്ചത്. വളരെ ധൃതി പിടിച്ച് നമ്മൾ ആരംഭിച്ച് മറ്റ് വലിയ തരത്തിലുള്ള മുന്നൊരുക്കമൊന്നുമില്ലാതെ ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്നലെ ആരംഭിച്ചെന്ന് ചേലക്കരയിലെത്തുമ്പോൾ പാലക്കാട് നടന്ന 3 യാത്ര ശ്രീ ചന്ദ്രൻ ഇവിടെ ഉണ്ട്. 3 യാത്രകൾ തൃത്താലയിലും കോട്ടമൈതാനിയിലും വടക്കഞ്ചേരിയിലും ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത്. ഇന്ന് ചേലക്കരയിൽ വൻപിച്ച ജനാവലിയാണ് നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണ യാത്രയെ വരവേറ്റത്. ഇതിനർത്ഥം കേരളത്തിലെ ജനങ്ങൾ, വിശ്വാസികളാകമാനം നമ്മളോടൊപ്പമാണ്, നമ്മൾ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിനോടൊപ്പമാണെന്ന് തെളിയിക്കുന്ന ഒരു വിശ്വാസ സംരക്ഷണ യാത്രയാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ പ്രവേശിച്ചിരിക്കുന്നത്. യാതൊരു സംശയമില്ല, നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണ യാത്രകൾ ചെങ്ങന്നൂരിലെത്തി പന്തളത്ത് സമാപിക്കുമ്പോൾ യാതൊരു സംശയമില്ല ഈ സർക്കാരിന്റെ അടിത്തറ ഇളകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ നൽകിയ വികാരപരമായ, ഭക്തി നിർഭരമായ ഈ സ്വീകരണത്തിന്, വരവേൽപ്പിന് ജാഥ ക്യാപ്റ്റൻ നിലയിൽ ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളോടുള്ള കടപ്പാട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധമായ സഹായവും പിന്തുണയും ഇനിയും ഉണ്ടാകണം. കേരളത്തിലെ ഭക്തജനങ്ങൾ ഇവിടെ പറഞ്ഞു, BJPക്കാർ എവിടെയും കാണാനില്ല. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി എന്നും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം സംഭവിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ സമയം മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അതോടൊപ്പം ദേവസ്വം സബ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിന് വിധേയമായി നിരവധി ആളുകൾ, നിരവധി നേതാക്കന്മാർ, വനിതകൾ അടക്കമുള്ളവർ ഇപ്പോഴും ജയിലിലാണ്.
ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമല യുവതി പ്രവേശനം നടന്നപ്പോൾ ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ അന്നത്തെ BJP നേതാക്കന്മാർ അവിടെ തമ്പടിച്ച് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ സ്വർണ്ണപ്പാളി മോഷണം നടത്തി സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ BJPയുടെ നിലപാടെന്താണ്? RSSന്റെ നിലപാടെന്താണ്? വിശ്വ ഹിന്ദു പരിഷത്തിനെ കാണാനില്ലല്ലോ. ഇവരെവിടെ പോയി? ഇവരെന്താ പോലീസിന്റെ ലാത്തി ചാർജിന് വിധേയമാകുന്നത്? പോലീസിന്റെ ടിയർ ഗ്യാസിനും ജലപീരങ്കിക്ക് മുന്നിൽ ഈ സ്വർണ്ണ കടത്തിനെതിരായി ശക്തമായ പോരാട്ടം നടത്തുന്നത് കുറ്റവാളികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ആകമാനം ഇന്ന് കേരളത്തിലെ ജനങ്ങളെയും അതുപോലെ വിശ്വാസികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായി പ്രക്ഷോഭം നടത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ BJPക്കാര്? എവിടെ RSകാര്? ക്ഷേത്രം കക്കാൻ മാത്രമുള്ളവരാണ് BJPക്കാര്. അവർക്ക് ക്ഷേത്രങ്ങളോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയില്ല. 10 വോട്ട് എങ്ങനെ കിട്ടാൻ പറ്റും? പിന്നെ ക്ഷേത്രത്തിലെ വരുമാനം ക്ഷേത്ര ഭരണ സമിതി എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റികൾ ഉണ്ടാക്കി ക്ഷേത്രത്തിലെ വരുമാനം എങ്ങനെ പോക്കറ്റിലാക്കാമെന്നാണ് BJP എപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരെപ്പോഴും ആ ഒരു നിലപാടാണ്. അതുകൊണ്ട് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ അതിഗുരുതരമായ സാഹചര്യം, ഈ സാഹചര്യത്തിൽ ശബരിമലയിൽ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നേരത്തെ ഇവിടെ ശ്രീ പ്രതാപനടക്കമുള്ള പറഞ്ഞതുപോലെ നമ്മളെന്നും വിശ്വാസികളോടൊപ്പമാണ്. നമ്മളെന്നും എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആ ഒരു തീരുമാനമാണ് എക്കാലത്തും നമ്മൾ എടുത്തിട്ടുള്ളത്, അതിനോടൊപ്പം നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ശബരിമലയിലെ വിശ്വാസത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കും ഗുരുതരമായ പോറലേറ്റിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സംശയമില്ല, വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ കള്ളന്മാരെ, സ്വർണം കടത്തിയ കള്ളന്മാരെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല മാത്രമല്ല ഒരുപാട് തിമിംഗലങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദികളായ മുകൾ മുതൽ താഴെ വരെയുള്ള മുഴുവൻ ഭരണാധികാരി, ദേവസ്വം ബോർഡിന്റെ അതോടൊപ്പം സർക്കാരിന്റെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള എല്ലാവരെയും ഈ സംഭവം ഇതിന് ഉത്തരവാദികളെ മുഴുവൻ ആളുകളെയും കണ്ടെത്തുന്നവരെ നമ്മുടെ സമരം തുടരും, നമ്മുടെ പോരാട്ടം തുടരും. നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ, കേരളത്തിലെ വിശ്വാസികളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി ഈ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തിയത്. അതിനെ വരവേറ്റ വൻപിച്ച സ്വീകരണം നൽകിയ ചേലക്കരയിലെ പാർട്ടി പ്രവർത്തകരോടും ജനാധിപത്യ വിശ്വാസികളോടും ഭക്തജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.